ഇടിയും മിന്നലൊന്നും വകവയ്ക്കാതെ അവസാനം ഞങ്ങളിതാ ചോറ്റാനിക്കരയിൽ എത്തി കേട്ടോ. നല്ല ദർശനം തന്നെയായിരുന്നു കിട്ടിയത്. ഞങ്ങൾ ഒരുപാട് വൈകി, കാരണം ഇടിയും മിന്നലായതുകൊണ്ട് പോണോ പോണ്ടേ എന്നുള്ളൊരു മനസ്സിലായിരുന്നു ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നത്. അവസാനം ഞങ്ങളിതാ ചോറ്റാനിക്കരയിൽ എത്തി കേട്ടോ. പാച്ചു എല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു കാണുന്നുണ്ടായിരുന്നത്. പോയ സമയത്ത് എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവനതൊക്കെ ഒരു കൗതുകമായിരുന്നു. പിന്നെ ഞങ്ങളിതിങ്ങനെ കുറച്ച് ദൂരം അതിന് ചുറ്റും നടന്നു. അവൻ മെല്ലെ പൊട്ടടി വയ്ക്കുന്ന സമയമാണ്. അപ്പോൾ അവനും അവൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ കുറച്ച് ദൂരമൊക്കെ നടന്നു. പിന്നെ അതാ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ഈ ഫ്രെയിമിൽ അച്ഛന്മാരില്ല, കാരണവന്മാരൊക്കെ മുന്നിലേ നടന്നതുകൊണ്ട് അവരിനെയൊന്നും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നല്ല വിശപ്പായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല സമയമായിട്ട്. പിന്നെ ഞങ്ങൾ നേരെ ചെന്നത് ഫുഡ് കഴിക്കാനായിരുന്നു. നല്ല വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് കയറിയിട്ട് പല വിഭവങ്ങളിൽ എല്ലാവരും ട്രൈ ചെയ്തു കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന സമയത്തും ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ഞങ്ങളിത് വീട്ടിലെത്തിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചോറ്റാനിക്കര പോകുന്നത്.